ദനഹാകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച ലോകത്തിന്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായെ സ്നാപക യോഹന്നാൻ ദൈവജനത്തിന് പരിചയപ്പെടുത്തുകയാണ്. ആരാണ് പാപങ്ങൾ വഹിക്കുന്ന കുഞ്ഞാട്? പഴയ നിയമ ഇസ്രായേൽ ജനം രണ്ടു വിധത്തിലാണ് പാപപരിഹാര ബലി അർപ്പിച്ചിരുന്നത്. ഒന്നാമതായി ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്ന് തങ്ങളുടെ പാപങ്ങളെല്ലാം അതിന്റെ തലയിൽ ചുമത്തി അതിനെ വിജന പ്രദേശത്തേക്ക് വിടും. വന്യമൃഗങ്ങൾ ആ കുഞ്ഞാടിനെ പിച്ചി ചീന്തുന്നത് വഴി അവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരുന്നതായി അവർ വിശ്വസിച്ചിരുന്നു. രണ്ടാമതായി കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്ന കൃതജ്ഞതാസ്തോത്ര ബലി. ഈ രണ്ടു കുഞ്ഞാടിനെയും മിശിഹായിൽ കാണാനാകും. പഴയ നിയമത്തിന്റെ പൂർത്തീകരണം പുതിയ നിയമത്തിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോയെ കണ്ടപ്പോൾ സ്നാപകൻ വിളിച്ചു പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ആത്മാവിനാൽ സ്നാനം നൽകുന്നവൻ. പഴയ നിയമ ഇസ്രായേലിന് പരിചയമുള്ള ബലിയാടായ കുഞ്ഞാടിന്റെ പ്രതിരൂപമാണ് ഈശോ എന്ന് പുതിയ നിയമ ഇസ്രായേലിന് സ്നാപകൻ വെളിപ്പെടുത്തുകയാണ്. സ്നാപകൻ ഇവിടെ പ്രവാചകനാവുന്നു. കാൽവരിയിൽ സംഭവിക്കേണ്ട മനുഷ്യന്റെ പാപപരിഹാര ബലിക്കുള്ള കുഞ്ഞാടാണ് മിശിഹ എന്ന് സ്നാപകൻ പ്രവചിക്കുകയാണ്. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെടുമെന്നും കല്ലെറിയപ്പെടുമെന്നും മനുഷ്യപാപങ്ങൾ ചുമന്ന് കാൽവരി മല കയറുമെന്നും മുൾക്കിരീടം ചൂടി പിച്ചി ചീന്തപ്പെടുമെന്നും ഒടുവിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി കുരിശിൽ മരിക്കുമെന്നുമുള്ള സ്നാപകന്റെ പ്രവചനമാണിത്. അബ്രാഹത്തിന്റെ ബലിയർപ്പണത്തിലും ഈ കുഞ്ഞാടിനെ നമുക്ക് കാണാനാകും. മോറിയ മലയിൽ സ്വപുത്രനെ ബലിയർപ്പിക്കാനായി ഒരുങ്ങുന്ന അബ്രാഹത്തോട് ദൈവം അരുൾ ചെയ്യുന്നുണ്ട്, അബ്രാഹം, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം നിന്റെ ഏകപുത്രനെ നൽകുവാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു. സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ തയ്യാറായ അബ്രാഹം എന്ന അപ്പന്റെ മുൻപിൽ സ്വർഗത്തിലെ അപ്പൻ ഒരു മുട്ടാടിനെ നൽകുകയാണ്. ഇതാ, നീ ബലി അർപ്പിക്കുക. അതേ സ്വർഗീയ പിതാവ് തന്നെ സ്നാപകനോടും പറയുകയാണ്, പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകേണ്ടവന് നീ ജലത്താൽ സ്നാനം നൽകണം. അവനാണ് ലോകത്തിന്റെ പാപം വഹിക്കാനുള്ള കുഞ്ഞാട്. ആത്മാവ് പ്രാവിനെ പോൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവനിൽ ആവസിക്കുന്നത് കണ്ട സ്നാപകൻ വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സ്നേഹമുള്ളവരെ, സ്നാപകന്റെ ദൗത്യമാണ് നമുക്കുമുള്ളത്. ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തുക. ലോകത്തിന്റെ പാപം നീക്കാൻ വന്ന ലോകരക്ഷകനാണിവനെന്ന് ഹൃദയം കൊണ്ടും അധരം കൊണ്ടും ഏറ്റുപറയുക. പലപ്പോഴും നമ്മുടെയൊക്കെ ആത്മീയത ഞാൻ സെന്റേർഡാണ്. 10 മിനിറ്റ് വചനം പ്രസംഗിച്ചാൽ പറയും, എൻ്റെ ഒരു കഴിവേ. ബുദ്ധിമുട്ടുള്ള എക്സാം പ്രാർത്ഥിച്ചു പഠിച്ച് പാസ്സായി കഴിയുമ്പോൾ പറയും, ഓ എൻ്റെ അധ്വാന ഫലം. എന്നാൽ സ്നാപകന്റെ ആത്മീയത വേണം. ക്രൈസ്റ്റ് സെന്റേർഡ്, ക്രിസ്തു കേന്ദ്രീകൃതം. ഞാൻ ഒന്നുമല്ല കേട്ടോ, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. ഞാൻ ജലത്താൽ സ്നാനം നൽകി, എന്നാൽ ക്രിസ്തു ആത്മാവിനാൽ സ്നാനം നൽകും. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുമുണ്ടാവണം. ദൈവമഹത്വത്തിന്, എല്ലാം ദൈവമഹത്വത്തിന്. ദൈവം അനുഗ്രഹിക്കട്ടെ.